പെട്ടെന്ന്. അപ്പോൾ ഗൈസ് കിങ് ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചമാരിക്കും കൂടെ സ്വാഗതം. അടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പോയി ഡ്രസ്സൊക്കെ മാറ്റി സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് കുളിച്ചോ? സുപ്രഭാതം. ഭയങ്കര ജലദോഷം ഗൈസ്. ഇന്നലെ ഭയങ്കര തണുപ്പായിരുന്നു ഗൈസ്. എനിക്കിവിടെ ഗെയിമിംഗ് പി സിയും ജിമ്മൊക്കെ ഉണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. ഒന്ന് കയറി ഒന്ന് കാണണം ഗൈസ്. ഇത് വലിയ രീതിയിലൊന്നും എനിക്കിത് ഉപയോഗിക്കാനൊന്നും അറിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാലും പുള്ളിക്കാരൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. വീട് കൊള്ളാല്ലേ. നമുക്ക് സ്കൂൾ പാർട്ടി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലത്തെ ഒരു വീട് ഞാൻ പണിയാൻ വേണ്ടിയിരിക്കുകയാണ്. നല്ല സ്ഥലം വസ്തുവൊക്കെ നമുക്ക് എടുത്തിട്ട് നമുക്ക് പണിയണം. ഞാൻ ഇന്നലെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് നമ്മളെ വണ്ടി ഇവിടെ കാണുമോ എന്തോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളെ ലംബോർഗിനി അല്ലെങ്കിൽ വേണ്ട നമുക്ക് എല്ലാ വണ്ടിയും നമ്മൾ എടുത്തു. താറ് നമുക്ക് എടുക്കാം ഗൈസ്. ഇന്നത്തെ ദിവസം നമുക്ക് താറും എടുത്തുകൊണ്ട് നേരെ നമുക്കൊരു പാർക്കുണ്ട് ഗൈസ്. ഇത് പാർക്ക് ചിലപ്പൊക്കെ കാണും, ക്ഷമിക്കണം. പോയി നമുക്ക് പാർക്കിൻ്റെ വഴി അവൻ പറഞ്ഞത് ഏകദേശം ഇതായിട്ടാണ് ഗൈസ്. പാർക്ക് അതാണ്. നേരെ തന്നെ പാർക്കിലോട്ടൊന്ന് പോകണം. ഗൈസ് നമ്മളെ സിറ്റി ഇട്ട് കുറച്ച് അവെഞ്ചേഴ്സ് വരെയാണെന്നാണ് പറയുന്നത്. അവെഞ്ചേഴ്സ് മാത്രമല്ല, കുറച്ച് ആൾക്കാരും കൂടെ വരും ഗൈസ്. അപ്പോൾ അവരെയൊക്കെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു പ്രത്യേക ഒരു ആപ്പ് നമുക്ക് നമ്മളെ കൂട്ടുകാരൻ തന്നിട്ടുണ്ട്. കൂട്ടുകാരന്മാരാണ് അവരൊക്കെ അവെഞ്ചേഴ്സൊക്കെ. അപ്പോൾ അവരെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്പും കാര്യം തന്നെ ഉണ്ട്. ITS സെൻട്രൽ മെനു എന്നാണ് ഗൈസ് അതിൻ്റെ പേര്. അപ്പോൾ അത് ഞാൻ അത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ സംസാരിക്കുകയാണ് ഗൈസ്. സംസാരിച്ചു. അവർ നാളെ തന്നെ ഇങ്ങോട്ട്, നാളെ അല്ല, ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ എത്തും ഗൈസ്. അവരൊക്കെ നമ്മുടെ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നാളെയാണ് ഗൈസ്. എല്ലാവരും മറക്കാതെ കാണണം. ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ഷോറൂം നോക്കാൻ വേണ്ടിയിട്ടുള്ളത് എൻ്റെ കൂട്ടുകാരനാണ് ഗൈസ്. എൻ്റെ കൂട്ടുകാരനും കാണും, പിന്നെ വേറൊരു ആളും കൂടെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സൈക്കിളിൻ്റെ മുതലാളിനെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അത് കുറച്ച് കുട്ടികളാണ്, സാധാ കുട്ടികളല്ല, നമ്മൾ കാർട്ടൂണിലൊക്കെ കാണുന്ന കുട്ടികളാണ്. ചെറിയൊരു ക്ലൂ ഞാൻ തന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈക്ക് ചീറ്റ് കോഡ് യേശ് 201 മുതൽ യേശ് 204 വരെ. യേശ് 201. ഞാൻ ഇപ്പം എത്രാമത്തെ കട്ടാണെന്നറിയാമോ ഗൈസ്? ഇത് എൻ്റെ ഒരു പൾസറാണ്. പൾസറല്ല, സ്പ്ലെൻഡർ ഇല്ലേ? സ്പ്ലെൻഡറാണ്. ഓക്കെ ഗൈസ്, ഇനി യേശ് 202 കൊടുക്കാൻ ബൈക്കിൻ്റെ. യേശ് 202. ഓക്കെ, സൂപ്പർ സ്പ്ലെൻഡർ വന്നിട്ടുണ്ട്. യേശ് 203. യേശ് 203. ഇത് നമ്മളെ പൾസർ തന്നെയാണ്. യേശ് കൂട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. യേശ് 204 അപ്പാച്ചിയാണ് ഗൈസ്. യേശ് 205 ബുള്ളറ്റ്. യേശ് 206. കളി ഇവിടെ തൊട്ട് മാറും ഗൈസ്. കണ്ട ഡൂക്ക് മോനെ. ഡൂക്ക് 1900 അങ്ങനെ 900 ആണ്. 1900 ആണ്. 07 അല്ലേ? ഇവിടെ 200. അത് 200. KTMൻ്റെ 200. യേശ് 208. എത്താണ് പഠിച്ച ഏതെങ്കിലുമൊക്കെ ആവട്ടെ. കാണിക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പറയാം. ഹയാബുസ യേശ് 210. യേശ് 210.
ഗോൾഡൻ കളർ കവാസാക്കി നിഞ്ച. അപ്പൊ ഇപ്പൊ തൊട്ട് നിങ്ങൾക്ക് ഗെയിമൊന്നും പിടിയിട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിടി ഇട്ടിട്ടുണ്ടാടേ, ചുമ്മാ ഇന്ന് ഇങ്ങോട്ട് അലയ്ക്കാൻ വരല്ലേ. ഇതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മളെ പൾസർ RS200 ആണ്. 212. ഇത് എനിക്കൊരു വണ്ടിയാണ്. ഇത് എൻ്റെ ഉള്ളതാണ്. ഇത് എൻ്റെ സിറ്റിയിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പോകണമെന്നാണ് ഞാൻ കേട്ടത്. അല്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മളെ യമഹേരെ ഏതായിരുന്നു R15 യമഹ FZN അങ്ങാണ്ടാണ്. സിറ്റിയിലകത്ത് അങ്ങാണ്ടേ ഉള്ളതാണ്. എനിക്കറിയാം. നമ്മളെ പഴയ വീടിനകത്ത് കുറെ കിടന്ന് മതിച്ചിട്ടുള്ള വണ്ടിയാണ്. ഇതൊരു സൂപ്പർ ബൈക്കാണ്. ഇത് എനിക്കറിയാം. 212 അല്ലേ 13 അല്ലേ ഇപ്പോൾ അതിന്. അപ്പോൾ 14. ഓക്കെ 14 വരെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ അടിച്ചതാണ് യാഷ് 214. 14 ഇപ്പോൾ അടിച്ചത് അല്ലേ. ഹണ്ടർ നമ്മളെ ഹണ്ടറിനെ മറന്നുപോയി. നമ്മളെ ഇവിടെ ഉള്ളതിൽ വെച്ച് ഇതാണ് നമ്മളെ ബൈക്കുകൾ, ബൈക്ക് കളക്ഷൻസ്. ഓക്കെ, ഇനി നമുക്ക് കാർ കളക്ഷൻസ് 301 മുതൽ 315 വരെയാണ്. അപ്പോൾ നമുക്ക് അടിച്ചു തുടങ്ങാം. യാഷ് 301, യാഷ് 302, യാഷ് 302, യാഷ് 303, യാഷ് 303, ബൊലേറോ വാഗണർ ബൊലേറോ സ്വിഫ്റ്റ്. ഓക്കെ, യാഷ് 304, യാഷ് 304 അടിച്ചത് ചതിക്കുന്നുണ്ടോ? സ്കോർപ്പിയോ S11 ആണോ ഏതാണെന്ന് അറിയത്തില്ല. ക്ലാസിക് ആണോ S11 ആണോന്ന് അറിയത്തില്ല. അപ്പോൾ യാഷ് 305, ഫോർച്യൂണർ എന്നായിപ്പോയി. ഇടയ്ക്ക് നമ്മൾ എൻ്റെ വെറും പിന്നെ നമ്മൾ ലാൻഡ് ക്രൂയിസറൊക്കെ മിസ്സായിട്ട് ഇപ്പോൾ മിസ്സൊന്നു എനിക്ക് മുന്നായിട്ടൊക്കെ പ്രാന്താവാൻ. യാഷ് 306 താന്നാണല്ലേ. നമ്മളെ താന്ന് പോകും. ഇഷ്ടം അങ്ങനത്തെ വണ്ടിയാണ്. സൂപ്ര പോർഷ. ഓക്കെ സ്വന്തം പോർഷ കഴിഞ്ഞു. പോർഷ ഗോൾഡൻ. യാഷ് 309 ആയ 1 2 3 4 5 6 7 8 9 ആയി. യാഷ് 310. യാഷ് 310 നടത്തിയിരിക്കട്ടെ. ഗോൾഡൻ ഫോർച്യൂണർ യാഷ് 311. അല്ല 3011 അടിച്ചെടുത്ത്. ഇത് ഏതായിരുന്നു? മറ്റേ ഹുണ്ടായി ആണ്. എനിക്കറിയാം ഹുണ്ടയിൽ ഏതാ പോകണ്ടേന്ന്. നമ്മളെ കൂട്ടുകാരൻ്റെ കയ്യിലുള്ള വണ്ടി യാഷ്. പക്ഷെ പുള്ളിക്കാരനെ കൊണ്ട് നടക്കുന്നത് കണ്ട് ഈ ടാറിൻ്റെ ടയർ നിങ്ങൾ ഓർമ്മിച്ചിട്ട് ഈ നോർമൽ ടയറേ ടാറിൻ്റെ ടയറൊക്കെ മാറിപ്പോകും. പക്ഷെ പുള്ളിക്കാരൻ മോഡിഫൈഡ് ചെയ്താണ് കൊണ്ട് കിടക്കുന്നത്. യാഷ് 312 അടിക്കാം അല്ലേ. 12 ഇപ്പം അടിച്ച 12. യാഷ് 313. ഓ നിസാൻ. യാഷ് 300. യാഷ് 3.
യാഷ് 313 ഫെറാറി, നിസാൻ ഫെറാറി. ഇനി നമ്മളെ സ്വന്തം ലാംബോർഗിനി. ഇനിയുണ്ട്, തീർന്നിട്ടില്ല. ആട്ടോയുടെ സീക്കോട് യാഷ് 401 നമ്മുടെ ആട്ടോയാണ്. യാഷ് 406 വരെ ആയി അടിക്കണം ഗൈസ്. എന്നാലേ ഓതേഴ്സ് നമ്മൾ കിട്ടത്തുള്ളൂ. യാഷ് 402 ആട്ടോ കഴിഞ്ഞു. ഇനി നമ്മൾ ട്രാക്ടറാണ്, ഏഷ്യറിൻ്റെ ട്രാക്ടറാണ്. ഏഷ്യർ ജിങ്ക് ഡാങ്ക് ഏഷ്യർ 403. ഓക്കെ, മൊത്തത്തിൽ നമ്മളിത് എവിടെ നമ്മളെ കമ്പനിയിൽ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യാഷ് 400. ഇനി അടുത്ത് ബസ്സായിരിക്കോ? പൊട്ടി, എല്ലാം പൊട്ടി. ജിങ്ക് ഡാങ്കും പോയി, എല്ലാ ജിങ്ക് ഡാങ്കും പോയി. സെമായിരിക്കും, ഒരു വണ്ടി പോലും നേരെ ഇടാം. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ നിന്നങ്ങനെ എടുക്കുക. എല്ലാം കൂടെ എല്ലാം കിട്ടാനൊന്നും ഇനിയിപ്പോൾ സാധിക്കില്ല. ബാക്കി നിന്നുകൊണ്ട് എടുക്കുക. ജിങ്ക് ഡാങ്ക് ഹെലികോപ്റ്റർ വന്നിരുന്ന് എടുത്താലേ ഇനിയിപ്പോൾ വീട് വരെ പോകണ്ടേ? പോവാം. നിസാൻ എടുത്തോണ്ട് നമുക്ക് വീട് വരെ പോവാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് നമ്മളെ വണ്ടി എടുത്തോണ്ട് പോയല്ലേ. അപ്പോൾ ഒരു താറ് നമുക്ക് ആക്കണം ഗൈസ്. അപ്പോൾ ആ താറ് എടുത്തോണ്ട് പോകാം. യാഷ് 400. ഇപ്പോൾ എത്ര? 1 2 3 4. അപ്പോൾ യാഷ് 405 സൈക്കിളാണ്. നമ്മള് അയ്യോ, ഞാനിപ്പോൾ പേര് പറഞ്ഞാ. യാഷ് 406 അങ്ങനെ ജിങ്ക് ഡാങ്കിൻ്റെ കളികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരാൻ വേണ്ടി പോകുന്നത് പോലീസ് ജീപ്പല്ലേ. ഇതിൻ്റെ അകത്ത് ബൊലേറോ ആണ്. ബൊലേറോ മാസ്. നമുക്ക് ഫോട്ടോ എടുക്കുന്ന സൈറനൊക്കെ നമുക്ക് ഓണാക്കിയിട്ടേ. ജിങ്ക് ഡാങ്ക് സൈറ നമ്മളെ ഹോണിൻ്റെ സ്വിച്ച് പിടിച്ച് വയ്ക്കാൻ മതി. നമുക്ക് ഇതിൻ്റെ അതൊരു പ്രത്യേകത, നമുക്ക് വലിയ സിറ്റി പോലെ അല്ലേ ഇവിടെ, നമുക്ക് ഹോണൊക്കെ നമുക്ക് അടിക്കാൻ സാധിക്കും. ഓക്കെ, യാഷ് 101 102 103. യാഷ് 102 യാഷ് 101 യാഷ് 100. ഇപ്പോൾ 3 അല്ലേ? ഓക്കെ, നമുക്ക് 3 അടിക്കാം. 103 യാഷ് 104 അടിച്ചാലാണ് വരും. ഇല്ല അല്ലേ, നമ്മളെ ഇവന്മാരാണ് സഡൻഡർ കർത്തയോ എന്ന് പറഞ്ഞുകൊണ്ട് വരണം. അപ്പം വല്യാണം ചെയ്തതിന് അപ്പം ഇങ്ങ് വരും സഡൻഡർ കർത്തയോ ആന്ധ്രാബാദ് എന്നും പറഞ്ഞുകൊണ്ട്. എന്തൊരിത് ആന്ധ്രാബാദെന്നും പറഞ്ഞുകൊണ്ട് ഗൈസ്. ഇത് നമ്മളെ റോഡിൽ കൂടെ പോകുന്ന NPCs ആണ്. ഇതെനിക്ക് പറ്റിയിട്ടും. പിന്നെ ഇൻഫിനിറ്റി ഹെൽത്ത്, എക്സ്പ്ലോർഡ് 6 ഓൾ വെഹിക്കിൾസ്. അത് നമുക്ക് അവസാനം നമുക്ക് നടത്താം. നമ്മൾ വാണ്ടഡാവണമെങ്കിൽ നമ്മൾ വാണ്ടഡാവാതിരിക്കാം. ഇത് നമ്മളെ ഇൻഫിനിറ്റി ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വാണ്ടഡാവാനിരിക്കാൻ വേണ്ടി നമ്മൾ ഇനി ഈ സിറ്റിക്കകത്ത് മുറിയാൻ നമുക്ക് എന്തൊരു സ്ഫോടനവും നടത്താം. യാഷ് 2 യാഷ് 3. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ നോർമൽ ചാക്കാം. ജിങ്ക് ഡാങ്ക് ഇതാണ് മക്കളെ സീൻ. ഇനി നമുക്ക് ആ വട്ടന്മാരെയും കൂടെ അങ്ങ് വരുത്തായിരിക്കും. ചുമ്മാതെ ഇങ്ങനെ ഇരിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല. യാഷ് 121 മറ്റേ വട്ടന്മാരെ പോലെ.
कहीं देखा ആ देखा सा യവൻ लग रहा है സർറക്കലായിരുന്നേ. അയ്യോ ഞാൻ ഇതിനെ കുറിച്ച് ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. रास्ता बहुत अच्छा है मुझे ഓ जल्दी ഇനി है അമാര് ഹിന്ദിയും കേട്ടോണ്ട് ഇവിടെ ഇരിക്കേണ്ടി വരില്ലേ. എനിക്കാണെങ്കിൽ ഹിന്ദി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ बीच रास्ते में नहीं खड़े होते हैं क्या हाल है എനിക്ക് വരും ഗൈസ്. ഒരു തടിയനുണ്ടായിരുന്നല്ലേ, തടിയനോട് कहीं देखा देखा सा लग रहा है സ്മൂത്തി 204 रास्ते से हटो मुझे जल्दी है ഓക്കെ. ഇനി ഞാൻ പോയിട്ട് രാസ്തേസി ആയിട്ട് വരാമേ. നമ്മൾ വണ്ടീനെയൊക്കെ നമ്മളെടുത്ത് തകർക്കും ഗൈസ്. നമുക്കൊരു വണ്ടിയും കഴിഞ്ഞാൽ തന്നെ നമുക്ക് എടുക്കണം. ഡിങ്ക് ഡാങ്ക് ഡിങ്ക് ഡാങ്ക് ഡിങ്ക് ഡാങ്ക് ഡിങ്ക് ഡാങ്ക്. ഓക്കെ നമ്മളിതാ പറന്നടിച്ചതാ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ നമ്മളിതാ ഹെലികോപ്റ്റർ എടുക്കാൻ നമ്മളെ വീട് എവിടെ ആയിരുന്നു. ഇതിപ്പോൾ വഴിയൊക്കെ കുറിച്ച് അറിയാം. കുറച്ച് ദിവസം ആയല്ലേ ഇങ്ങോട്ട് വന്നിട്ട്. ജിങ്ക് ഡാങ്ക് करते हो ജിങ്ക് ഡാങ്ക് करते हो ജിങ്ക് ഡാങ്ക് ജിങ്ക് ഡാങ്ക്. अबे सरेंडर करते हो सरेंडर करते हो सरेंडर. अरे चलेंडर करते हो चलेंडर चलेंडर. നിൽക്കണം മക്കളെ, നമുക്കൊരു ഫോട്ടോയും കൂടെ ഒന്ന് എടുക്കണ്ടേ. രാസ്തേസി ഹട്ടോ ജിങ്ക് ഡാങ്ക് ജിങ്ക് ഡാങ്ക്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ കമ്പനിയിൽ ഇതാണ്. ഞാൻ അത് ഇതായിട്ട് ഇട്ടില്ല. അതിന് ശേഷം ഞാൻ ഈ വീഡിയോ പിടിക്കുന്ന തന്നെ. എങ്ങനെ നമ്മൾ മുകളിലോ കയറും. നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തു കഴിഞ്ഞത് നിങ്ങളിപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞായിരിക്കുമല്ലോ. ആ വീഡിയോ ഞാൻ 2 സെക്കൻഡിന് മുമ്പാണ് ഞാൻ എഡിറ്റ് ചെയ്ത് തീർത്തത്. എന്നിട്ട് എൻ്റെ അടുത്തത് ഞാൻ എടുത്തിട്ടുണ്ട്. കമ്പനിയിൽ എഡിറ്റ് ചെയ്തിട്ടില്ല, അതിനെ എഡിറ്റ് ചെയ്യണം. എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാവുന്നതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചു. ഇവിടെ നിന്ന് നേരെയാണ് പോകാൻ വേണ്ടിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ മാപ്പിൻ്റെ അത് കാണുന്ന രീതിക്ക് അങ്ങ് പോയാൽ മതി. വലിയ പാടൊന്നും വേണ്ട, മാപ്പുണ്ടല്ലേ. നമ്മളിതാ രാസ്തേസി ഹട്ടോ ആട്ടോയിലിട്ട് നമ്മളിതാ എത്തിയിട്ടുണ്ട്. നമ്മൾ ആ വണ്ടികൾ കിടക്കുന്നത് അതിൻ്റെ നടുക്കാണ്. ഇവിടെ നിന്ന് കാണാനൊക്കെ പറ്റുമായിരിക്കും ചിലപ്പോൾ. ഇല്ല മക്കളെ അതുകൊണ്ട് കിടക്കണം. ഇതിന് കുറച്ച് ശബ്ദം കുറയണം, കാരണം എൻ്റെ ഹെലികോപ്റ്ററിന് ഭയങ്കര എൻജിൻ ശബ്ദമാണ്. ഇവർ പറയാനെന്ന് നോക്കിയാണ്. മണ്ടന്മാരെ കാണില്ലേ, അവന്മാർ ഇൻവിസിബിൾ ആയിക്കാൻ. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അതില്ല ഗെയിംസിൻ്റെ അകത്ത് ഉണ്ടല്ലോ. പൊങ്ങണം. മതി. ഓക്കെ ഫോട്ടോ എടുത്തിരുന്നപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ വയസ്സ്. അടുത്ത വീഡിയോ നമ്മളെ ഷോറൂമിൻ്റെ ഉദ്ഘാടനം ആയിരിക്കും. എല്ലാവരും കാണുക, മറക്കാതെ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളപ്പോൾ അടുത്ത വീഡിയോ തീർന്നായിരിക്കും. എല്ലാ അച്ഛന്മാർക്കും ഗുഡ് ബൈ.